എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സൺഡേ സ്കൂളിൽ നല്ലൊരു സ്റ്റോറി പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വേഗത്തിൽ എല്ലാവരും റെഡി ആവുന്നു. നല്ലൊരു സ്റ്റോറി നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ആഴ്ച പഠിച്ച സ്റ്റോറി എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ ആണോ? ഓക്കെ, അപ്പം മെമ്മറി വേർഡ്സ് പഠിച്ചു, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പഠിച്ചു. ക്രാഫ്റ്റൊക്കെ എല്ലാ കൂട്ടുകാരും ചെയ്തായിരുന്നോ? ക്രാഫ്റ്റൊക്കെ ഇഷ്ടമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു സ്റ്റോറി പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ സൺഡേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾ കണ്ണടച്ചേ, കൈകൾ കുപ്പിക്കേ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുക. ഓക്കെ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിൽ കടന്നു വരുവാൻ ദൈവകൃപ നന്ദിനായി നന്ദി പറയുന്നു. ഞങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, അവരെ ചേർച്ചിനെ അനുഗ്രഹിക്കണമേ, പാസ്റ്ററിൻ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽക്കാലത്തെ സൺഡേ സ്കൂൾ ഏറ്റവും അനുഗ്രഹമാകണമേ. ദൈവകരങ്ങളെ കേൾപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ചേർന്ന് പറയുന്നു. ആമേൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു സ്റ്റോറിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യേശു കുറേ പാരബിൾസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? യേശുവിൻ്റെ പാരബിൾസ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാരബിൾ എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് ബാങ്കറ്റ്. എന്തായിരുന്നു? ദ ഗ്രേറ്റ് ബാങ്കറ്റ്. അത് പാഠഭാഗം എടുത്തിരിക്കുന്ന ലൂക്കോസ് 14:15 തൊട്ടുള്ള വാക്യങ്ങൾ, 15 തൊട്ട് 24 വാക്യങ്ങളാണ്. എന്ന് പറയുന്നു ലൂക്കോസ് ചാപ്റ്റർ 14 വേഴ്സ് 15 to 24. ഇത്രയും ഒരു പാരഗ്രാഫ് അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച മെമ്മറി വേഴ്സും ക്രാഫ്റ്റും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു, കേട്ടു, പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന സ്റ്റോറീസൊക്കെ നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് അറിയാമോ? ഇതിങ്ങനെ ഓർത്ത് വെക്കണം, എന്നിട്ട് കൂട്ടുകാരോടൊക്കെ പറയണം. സ്കൂളിലൊക്കെ കൂട്ടുകാരോടും മമ്മിയോടൊക്കെ പറഞ്ഞ് മമ്മി ഇന്ന് പഠിച്ച സ്റ്റോറി ഇതായിരുന്നു എന്ന് പറയണം. ഓക്കെ, പറയുമല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കോസ് 14 അധ്യായത്തിൽ നിന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദ പാരബിൾ ഓഫ് ദ ഗ്രേറ്റ് ബാൻക്വറ്റ്. ഓക്കെ, ഒരു വലിയ വിരുന്നിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കൂട്ടുകാർക്ക് വിരുന്ന് പോകുന്ന ഇഷ്ടമാണോ? നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സൊക്കെ നമ്മൾ വിരുന്ന് വിളിക്കത്തില്ലേ, ഇൻവൈറ്റ് ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ നാളെ വരണം, നാളെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കിനും മമ്മി എന്താ ചെയ്യും? ഒത്തിരി കൂട്ടാനും ഒത്തിരി കറിയും, പിന്നെ ചില സമയത്ത് ബിരിയാണി ഉണ്ടാക്കും, ചിലപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും, ചില സമയത്ത് ഒത്തിരി കറിയും കൂട്ടാനും ചിക്കനും മീനും കപ്പയൊക്കെ ഉറങ്ങി വെക്കത്തില്ലേ? അതാരാ? നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അല്ലേ? നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് പോകുമ്പോഴത്തേക്കിന് നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി ടേബിൾ നിറച്ച് നമുക്ക് വലിയ വിരുന്നൊക്കെ ഒരുക്കി വെക്കും. അതൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ യേശുപ്പച്ചനുള്ള സമയത്ത് ഒരു ചെറിയൊരു കഥ പറയുവാണ്. എന്താണെന്നറിയോ? ഈ ഫാരിസീസ് ഉള്ള സമയത്ത് യേശുപ്പച്ചനോട് ഇങ്ങനെ ഫാരിസീസ് പറയാണ്, നമ്മളൊരു വിരുന്ന് ഒരുക്കുമ്പോൾ നമ്മൾ ആരെയാണ് വിളിക്കേണ്ടതെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തക്കാരെ മാത്രം വിളിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഇപ്പം ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിൽ വിരുന്ന് ഒരുക്കുക. ഈ എല്ലാ നമ്മുടെ അബിഗയിലും നമ്മുടെ സൂസന്നയും നമ്മുടെ ആഷർ മോനും നമ്മുടെ ക്രിസ്റ്റ മോളും നമ്മുടെ ഹഡ്സൺ മോനും എല്ലാവരും എവിടെ വരികയാണ്? ഞാൻ വിളിച്ച് ആ ബാങ്ക്വറ്റിൽ അല്ലെങ്കിൽ ആ വിരുന്ന് നിങ്ങൾ എല്ലാവരും വരണം അല്ലേ? നിങ്ങൾ വരത്തില്ലേ? നിങ്ങൾ എല്ലാവരും വരണം കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, ഞങ്ങൾ ഈ മാസം ലാസ്റ്റിൽ ഞാൻ ഒരു വിരുന്ന് ഒരുക്കുന്നത്, നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വരണം, ഞാൻ ഫുഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഞാൻ എന്താ നിങ്ങളെ വിളിക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പറയും, അയ്യോ പ്രീതി ആൻറ്റി ആണെങ്കിൽ ഞങ്ങൾ വിരുന്ന് വിളിച്ചേല്ലേ, പ്രീതി ആൻറ്റിയെ നമുക്ക് തിരിച്ച് വിളിക്കണേ നമ്മുടെ വീട്ടിൽ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ തിരിച്ച് നിങ്ങളെ വീട്ടിൽ വിളിക്കുക. അപ്പോൾ നമ്മൾ യേശുപ്പച്ചൻ എന്താ പറഞ്ഞറിയാം? നമ്മൾ വിരുന്ന് വിളിക്കുമ്പോൾ നമ്മുടെ സ്വന്തക്കാരെയും നമ്മുടെ റിലേറ്റീവ്സിനെയും നമ്മുടെ ഫ്രണ്ട്സിനെയും മാത്രം വിളിച്ചാൽ എന്ത് സംഭവിക്കും? തിരിച്ചവർ നമ്മളെയും വിളിക്കും. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടിയേ? നമ്മളെന്താ പൂവറായിട്ട് ആൾക്കാരെ വിളിക്കണം അല്ലേ? ഒത്തിരി പൂവർ പീപ്പിൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യണം, അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. മീൻസ് ആരും, അല്ലെങ്കിൽ പൂവറായിട്ടുള്ള ആൾക്കാരെ, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ആൾക്കാർക്ക് വേണം നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്നറിയാമോ? സ്വർഗരാജ്യത്തിൽ നമുക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാകും. അപ്പോൾ ഇതിനോട് ചേർന്ന ചെറിയൊരു സ്റ്റോറിയാണ് ഇവിടെ യേശുപ്പച്ചൻ പറയുന്നത്. ഒരു ദിവസം ഒരു മനുഷ്യൻ എന്തോ വലിയൊരു സദ്യ ഉണ്ടാക്കി. വലിയ സദ്യ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരെ ക്ഷണിച്ച് തൻ്റെ രാജ്യത്തിൽ, പുള്ളി വലിയൊരു മനുഷ്യനാണ്, നല്ല റിച്ച് മാനാണ്. പുള്ളി എന്തോ ഇത് വലിയൊരു ബാങ്ക്വറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ വലിയൊരു ഇരുന്നൊരുക്കിയിട്ട് എല്ലാവരും ക്ഷണിച്ചു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഇന്ന ദിവസം എൻ്റെ വീട്ടിൽ വലിയൊരു വിരുന്ന് ഞാൻ ഒരുക്കുന്നുണ്ട്, നിങ്ങൾ ഫാമിലി ആയിട്ട് കുഞ്ഞുങ്ങളെയും കൂട്ടി എവിടെ വരണം? ഞാൻ വിരുന്നൊരുക്കിയ സ്ഥലത്ത് നിങ്ങൾ വരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു.
അങ്ങനെ എന്താ സംഭവിച്ചു, എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തു, എല്ലാവർക്കും പേഴ്സണൽ ഇൻവിറ്റേഷൻ കൊടുത്തു, എല്ലാവരോടും പറഞ്ഞു നിങ്ങളെല്ലാവരും വരും, ആരും വരാതിരിക്കരുത്, നിങ്ങളെല്ലാവരും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്നോട്ട് ഇങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങി, സാധനങ്ങൾ വാങ്ങിക്കുന്നു, ചിക്കനും മീനും ഇറച്ചിയും എല്ലാം വാങ്ങിച്ചു, പച്ചക്കറി എല്ലാം വാങ്ങിച്ചു, ഇപ്പോൾ ഡിഫറെൻറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാം ആ വിരുന്നിൻ്റെ ദിവസം എല്ലാം റെഡിയായി, തലേദിവസം എന്തോ ആൾക്കാരെല്ലാം എല്ലാം ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു, തൻ്റെ സെർവൻസിനോട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്താ ചെയ്യുക, വേഗത്തിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാർ വീട്ടിലേക്ക് ചെല്ലുന്നു, അവരോട് പറയണോ ദേ ഇന്നാണ് നമ്മുടെ വിരുന്നുള്ള ദിവസം, നിങ്ങൾ കുടുംബമായിട്ട് വരണം, എന്നിട്ട് വിരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുന്ന അറിയാം, ഈ സെർവൻസ് അങ്ങനെ ഈ സെർവൻസ് അല്ലെങ്കിൽ ഈ നല്ല ധനികനായ മനുഷ്യൻ്റെ ഒരു സെർവൻറ്റ് ചെന്ന് ഒരാളുടെ വീട്ടിലേക്ക് പോയി, ഒരാളെ ക്ഷണിച്ച വീട്ടിലേക്ക് കേട്ടോ. ഈ വ്യക്തി ക്ഷണിച്ചതാണ്, നമ്മൾ എൻ്റെ വീട്ടിൽ വിരുന്ന് വരണമെന്ന് കഴിക്കാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ക്ഷണിച്ചതാണ്. അപ്പം ചെന്ന് ഈ വ്യക്തിയോട് ചെന്ന് പറഞ്ഞു, അതെ ഞങ്ങളുടെ സാറ് നിങ്ങളിന്ന് ക്ഷണിച്ചിട്ടുണ്ട് വിരുന്ന്, നിങ്ങളിന്ന് ഫാമിലി ആയിട്ട് കുടുംബമായിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനെ ഈ മനുഷ്യൻ എന്താ പറഞ്ഞതെന്നറിയാം, അതെ ഞാനാണെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങി, അപ്പോൾ എനിക്ക് പോയി ആ സ്ഥലമൊക്കെ ഒന്ന് റെഡിയാക്കണം, അതിൻ്റെ ആധാരമൊക്കെ എഴുതണം, അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കണം, അപ്പോൾ പിന്നെ എനിക്കിന്ന് ആ വിരുന്നിന് വരാൻ പറ്റത്തില്ല എന്ന് ചെറിയ ഒഴിവ് പറഞ്ഞിട്ട് അങ്ങ് ഒഴിഞ്ഞങ്ങ് പോയി. നമ്മുടെ ഈ സെർവൻസിന് ഭയങ്കര വിഷമായി. സെർവൻസ് ആകെ വിഷമത്തോടെ ആ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ സെർവൻസ് വെച്ചാൽ കുഴപ്പമില്ല, ഒരു വേറെ ആളുണ്ടല്ലോ. അങ്ങനെ എന്തോ ചെയ്തു, ഇവർ വേഗത്തിൽ രണ്ടാമത്തെ ആളുടെ വീട്ടിൽ പോയി. ആരെയാ, ഈ ക്ഷണിച്ച ആളുടെ വീട്ടിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ വ്യക്തി എന്തോ ചെയ്തു, ഇങ്ങനെ കഥയെ കൊട്ടി, ടക് ടിങ് ടിങ് അല്ലെങ്കിൽ ടിങ് ടോങ് എന്ന കഥയെ കൊട്ടിപ്പോൾ അവർ കഥ തുറന്നു. അപ്പം ഈ സെർവൻറ്റ് പറഞ്ഞു, അതെ ഞങ്ങളുടെ സാർ ഇന്ന് വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്, നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങളെ കുടുംബമായിട്ട് ഉച്ച സമയമാകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാം, ഈ രണ്ടാമത് വിളിച്ച ആൾക്കാർ പുള്ളി എന്താ പറഞ്ഞതെന്നറിയാം, ഞാൻ കുറച്ച് കാളെ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് ഓക്സും കാളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് അവരെ ഒന്ന് ശുശ്രൂഷണം, അവർക്ക് പോച്ച പറിച്ച് കൊടുക്കണം, അവരെ കുളിപ്പിക്കണം, പാല് കറക്കണം, അങ്ങനെ കുറേ പണിയുണ്ട്, അതുകൊണ്ട് എനിക്കിന്ന് നിങ്ങൾ വിളിച്ച വിരുന്നിന് എനിക്ക് വരാനായിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഭയങ്കര കഷ്ടമായിപ്പോയി അല്ലേ, ഇത്രയും ഫുഡ് ഉണ്ടാക്കി ഇത്രയും പേരെ വിളിച്ചിട്ട് ഓരോ വീടുകൾ ചെല്ലുമ്പോഴത്തേക്കിനും ഇവരെല്ലാം ഓരോ ഒഴിവ് പറഞ്ഞ് ഇവരെല്ലാം നെഗ്ലക്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോഴത്തേക്കിന് ഈ രണ്ടാമത്തെ വിളിച്ച ആൾക്കും അല്ലെങ്കിൽ സെർവൻസും ഭയങ്കര വിഷമായിട്ട് അവർ ഭയങ്കര വിഷമത്തോടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. അപ്പോൾ വിചാരിച്ചു മൂന്നാമത്തെ വീട്ടിലേക്ക് പോകാമല്ലോ. അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്ന് മൂന്നാമത്തെ ആളുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കിന് ആ ആളെന്താ പറഞ്ഞതെന്നറിയാം, അത് ഞാനിപ്പം കല്യാണം കഴിച്ചതേ ഉള്ളൂ, ഇപ്പം കല്യാണം കഴിച്ചിട്ട് വന്നേ ഉള്ളൂ, ഇപ്പം എനിക്കിതെല്ലാം കൂടെ ഇട്ട് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, സോറി കേട്ടോ ഇന്ന് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഭയങ്കര കഷ്ടമായിപ്പോയി. അപ്പോൾ എന്തോ ചെയ്തു, ആ മൂന്നാമത്തെ ആളും ഇങ്ങനെ ഓരോ ഒഴിവ് പറഞ്ഞിട്ട് അവിടുന്ന് അവരെ അങ്ങ് പറഞ്ഞയച്ചു വിട്ടു. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, എത്ര ഫുഡ് ഉണ്ടാക്കി, എത്ര ചിക്കനും മട്ടണും മീനും എല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാവരും ക്ഷണിച്ചു. പക്ഷേ ക്ഷണിച്ച ആൾക്കാരൊക്കെ എന്തോ ചെയ്തെന്നറിയാം, ഓരോരോ ഒഴിവ് പറഞ്ഞിട്ട് അവരെല്ലാം എങ്ങനെ ഒഴിഞ്ഞു മാറി അങ്ങ് പോയി. എന്നിട്ട് എന്തോ ചെയ്തു, ഈ സെർവൻസ് എല്ലാം ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ഈ സാറിൻ്റെ വീട്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ ഈ റിച്ച് മാൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യജമാനെ ഞങ്ങളെല്ലാം വീട്ടിൽ ചെന്നു, എല്ലാവരും ഓരോ ഒഴിവൊഴിവ് പറഞ്ഞ് ഞങ്ങളെല്ലാം പറഞ്ഞയച്ചു വിട്ടു. അപ്പോഴത്തേക്കിനും ഈ മനുഷ്യർ ഭയങ്കര ദേഷ്യമായി. അയ്യോ ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത്രയും ഫുഡ് ഉണ്ടാക്കി എല്ലാം വേസ്റ്റ് ആയി പോകത്തില്ലേ. അപ്പോഴത്തേക്കിനും ഈ മനുഷ്യന് ദേഷ്യമായിട്ട് ഈ മനുഷ്യർ പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യുക, ഇനി ഇൻവൈറ്റ് ചെയ്ത് ആരും നിങ്ങൾ വിളിക്കണ്ട, നിങ്ങൾ ചെന്ന റോഡിലും സ്ട്രീറ്റിലും എല്ലാം നിങ്ങൾ പോകണം, എന്നിട്ട് കാണുന്ന ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട്, പാവപ്പെട്ടവരെ കാണുന്ന വിളിച്ചുകൊണ്ട് വരും, കണ്ണ് കാണാത്ത മനുഷ്യരുണ്ട് അവരെ വിളിച്ചുകൊണ്ട് വരാം, ക്രിപ്പിൾഡായ ആൾക്കാരുണ്ട് അവരെ വിളിച്ചുകൊണ്ട് വരാം, മുടന്തരായവരുണ്ട് അവരെ വിളിച്ചുകൊണ്ട് വരാം, നിങ്ങൾ ബെഗേഴ്സ് അല്ലെങ്കിൽ ഭിക്ഷക്കാരുണ്ട് അവരെ വിളിച്ചുകൊണ്ട്, നിങ്ങൾ കാണുന്ന ആൾക്കാരെ എല്ലാം നിങ്ങൾ വിളിച്ചുകൊണ്ട് വരണം. അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നറിയാം, ഈ സെർവൻസ് എല്ലാം പോയിട്ട് എല്ലാ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം ഇവരോട് നേരെ ക്ഷണിച്ചിട്ടില്ല, ഈ പാവപ്പെട്ട ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരെന്ന് നേരത്തെ ക്ഷണിച്ച് ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരൊക്കെ എന്തോ പറഞ്ഞു, ഓരോ ഒഴിവ് പറഞ്ഞിട്ട് അവരങ്ങ് മാറിപ്പോയി. പക്ഷേ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരെ, പാവപ്പെട്ട ആൾക്കാരെ എന്തോ ചെയ്തു, വേഗത്തിൽ അവരെ ചെന്ന് വിളിച്ചു. അവരെന്തോ സന്തോഷത്തോടെ ഈ ബാങ്ക്വറ്റിൽ, ഈ വിരുന്നിൽ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ വയറ് നിറഞ്ഞ് തിരികെ പോയി.
ഇതുപോലെ തന്നെയാണ് മക്കളെ ഈശോപ്പച്ചൻ നമ്മുടെ ലൈഫിലും. നമ്മളൊക്കെ ഈശോപ്പച്ചൻ്റെ മക്കളായത് എങ്ങനെയാണെന്നറിയാം. ആദ്യം നമ്മൾ ഈശോപ്പച്ചൻ്റെ മക്കളല്ലായിരുന്നു. പക്ഷേ ഈശോപ്പച്ചൻ എന്തോ ചെയ്തു, നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് ഈശോപ്പച്ചൻ്റെ വീട്ടിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. നമ്മളൊക്കെ പാപികളായിരുന്നു അല്ലേ, നമ്മൾ പാപം ചെയ്യുന്ന ആൾക്കാരായിരുന്നു, നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ഈശോപ്പച്ചൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? ഈശോപ്പച്ചൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയെന്നറിയോ? ഈ വിരുന്നിൽ പങ്കെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ എന്താ ചെയ്ത? ഈശോപ്പച്ചൻ്റെ നല്ല വിരുന്നിൽ, നല്ല വീട്ടിൽ നമ്മളിങ്ങനെ യേശുപ്പച്ചൻ്റെ വിരുന്നിൽ നമ്മളിങ്ങനെ സന്തോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. നല്ലൊരു സ്റ്റോറി അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ അപ്പോൾ ആദ്യം ഇവർ വിരുന്ന് ക്ഷണിച്ചവർ ആരെങ്കിലും വിരുന്നിൽ പങ്കെടുത്തോ? ഇല്ല, ക്ഷണിച്ചവരാരും വിരുന്നിൽ പങ്കെടുത്തില്ല. പക്ഷെ ക്ഷണിക്കാത്തവരാണ് വേഗം ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ സന്തോഷത്തോടെ ചെന്ന് ഈ ഫുഡെല്ലാം കഴിച്ചവർ തൃപ്തി പ്രാപിച്ചു. ഓക്കെ. അപ്പം അതുപോലെ തന്നെയാണ് യേശുപ്പച്ചൻ നമ്മുടെ ലൈഫിലും. യേശുപ്പച്ചനോട് നമ്മൾ അടുത്തിരിക്കണം, യേശുപ്പച്ചനോട് ചേർന്നിരിക്കണം. യേശുപ്പച്ചൻ്റെ അടുത്ത് ചേർന്നിരുന്നാൽ നമുക്ക് നല്ല അനുഗ്രഹങ്ങൾ നമുക്ക് യേശുപ്പച്ചൻ നിന്ന് കിട്ടും. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ആൻറ്റി ചോദിക്കട്ടെ, നിങ്ങൾ വേഗത്തിൽ ഉത്തരം പറയണം കേട്ടോ. ഓക്കെ. ഓക്കെ. ഈ ആദ്യത്തെ ചോദ്യം, ഈ സെർവൻസ് വന്ന ഒരു ഇൻവൈറ്റ് ചെയ്ത് ഒരാളുടെ വീട്ടിലേക്ക് വന്നു അല്ലേ, ഫസ്റ്റ് ആളുടെ വീട്ടിലേക്ക്. ഈ ഫസ്റ്റ് ആളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ ഫസ്റ്റ് ആൾ എന്താ പറഞ്ഞത്? ആരെങ്കിലും കൂട്ടുകാർ ഓർക്കുന്നുണ്ട്? എന്തായിരുന്നു ആദ്യത്തെ വ്യക്തി പറഞ്ഞത്? ഒരു ഒഴിവ് പറഞ്ഞങ്ങ് മാറിയില്ലേ? എന്തായിരുന്നു? യെസ്, എന്താ പറഞ്ഞേ? ഞാൻ കുറച്ച് വസ്തുവൊക്കെ വാങ്ങിച്ചു, എനിക്കത് നോക്കാൻ പോകണം, അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡി ആക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് പറ്റത്തില്ല. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ. എന്നാൽ പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ആളുടെ അടുത്ത് ആര് വന്നു? ഈ സെർവൻസ് വന്നു. അപ്പോൾ ഈ മൂന്നാമത്തെ ഫാമിലി എന്തായിരിക്കും ഒഴിവ് പറഞ്ഞത്? ആരെങ്കിലും പറയുമോ? ആരാ ഒന്ന് പറയാൻ നോക്കട്ടെ. യെസ്, അപ്പോൾ ആ വ്യക്തി എന്താ പറഞ്ഞത്? ഞാൻ ഇപ്പം വിവാഹം കഴിച്ചു, ഞാൻ ഇപ്പം കല്യാണം കഴിച്ചു, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ ഒഴിവാണ് മൂന്നാമത്തെ ആൾ പറഞ്ഞത്. വെരി ഗുഡ്, മിടുക്കർ, സൂപ്പർ, എല്ലാം നന്നായി പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ സെർവൻസ് അല്ലെങ്കിൽ ഈ യജമാൻ്റെ അടുത്ത് സെർവൻസ് വന്ന് പറഞ്ഞു, ഇത്രയും പേര് ക്ഷണിച്ചു, ഞങ്ങളെല്ലാവരും ചെന്ന് പറഞ്ഞു, പക്ഷെ ആരും നമ്മുടെ ക്ഷണം അവർ സ്വീകരിച്ചില്ല. അവർ എന്തെങ്കിലുമൊക്കെ ഒഴിവ് പറഞ്ഞിട്ട് അവരങ്ങ് ഒഴിഞ്ഞു മാറി. അപ്പോൾ പിന്നെ ഈ യജമാനൻ, ഈ മാസ്റ്റർ എന്തായിരിക്കും പറഞ്ഞത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരാ പറയുന്ന വേഗത്തിൽ? യെസ്, എന്താ പറഞ്ഞേ? വേഗത്തിൽ ചെന്ന് സ്ട്രീറ്റിൽ പോയി പാവപ്പെട്ടവരെയും ക്രിപ്പിൾഡായ ആൾക്കാരെയും കാണാത്ത ആൾക്കാരെയും നിങ്ങൾ എന്ത് ചെയ്യണം? വേഗത്തിൽ ഈ ബാങ്ക്വറ്റിൽ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. വെരി ഗുഡ്, സൂപ്പർ. അപ്പം നിങ്ങൾ ഈ സ്റ്റോറി ശ്രദ്ധിച്ച് കേട്ടു അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് മെമ്മറി വേഴ്സ് പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ. ഇപ്പോൾ വേഗത്തിൽ ബൈബിൾ എടുക്കുന്നു, മെമ്മറി വേഴ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നു. 1 John chapter 1 verse 10 അല്ലെങ്കിൽ യോഹന്നാൻ 1-ാം അധ്യായം 10-ാം വാക്യം. ഓക്കെ. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. എന്തായിരുന്നു? ചേർന്ന് പറയുന്നു. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 10. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. അതിനെ ഇംഗ്ലീഷ് ഞാൻ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 10. Okay. He was in the world, and though the world was made through him, the world did not recognize him. He was in the world, and though the world was made through him, the world did not recognize him. Okay. ഇതാണ് ഇന്നത്തെ മെമ്മറി വേഴ്സ്. അപ്പോൾ കൂട്ടുകാർ നല്ലോണം മെമ്മറി വേഴ്സ് പഠിക്കണം. ഈ സ്റ്റോറി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. വേഗത്തിൽ കണ്ണടയ്ക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ ഞങ്ങൾ സൺഡേ സ്കൂളിൽ സ്റ്റോറി പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ, അതിനായി നന്ദി പറയുന്നു. കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവകരങ്ങളെ കേൾപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.